ഹായ് ഫ്രണ്ട്സ്, സൺഡേ ആയിക്കൊണ്ട് എല്ലാവരും തിരക്കിലായിരിക്കും അല്ലേ. നമ്മളിന്ന് ഒരുപാട് പ്ലാന്റുകളാട്ടോ നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുള്ളത്. നല്ല ടോപ്പ് റെയർ വെറൈറ്റികളും നല്ല അടിപൊളി കളക്ഷൻസ്. ഒരുപാട് ആളുകൾ നിറയെ ഫ്ലവറുകളോട് കൂടിയ നല്ല വലിയ പ്ലാന്റുകളൊക്കെ ചോദിച്ചിരുന്നു. അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സുകൾ നമ്മൾ മാക്സിമം കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ഇടുന്ന ഒരു ഡൗട്ടിലാണ് ഇരിക്കുന്നത്. ഈ കാണുന്ന പോലെ ബോഗൻവില്ലയുടെ അത്യാവശ്യം നല്ല സ്റ്റോക്ക് തന്നെ അതേ കാണുന്ന കണ്ടോ. ഇത്രയും പ്ലാന്റുകൾ ഇവിടെ മാത്രമല്ല, നമ്മൾ അപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ടോപ്പ് റെയറിലുള്ള ഗോൾഡൻ അഡർണയുടെ പ്ലാന്റ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിന് ചുറ്റും ഇപ്പം ഫ്ലവർ ചെടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് കേട്ടോ. ഇതുപോലെ ബോഗൻവില്ല പ്ലാന്റുകളും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റോക്ക് അഗ്ലോണിമയുടെ സ്റ്റോക്കും നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യം ഏത് വീഡിയോ ഇടും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ടോട്ടലി. നമ്മളിതെല്ലാം ക്രിസ്മസിൻ്റെ സെയിലിനായിട്ട് ഇറക്കിയിരിക്കുന്ന പ്ലാന്റുകളാണ്. അത്യാവശ്യം നല്ലൊരു സ്റ്റോക്ക് നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ബോഗൻവില്ലയുടെ സെയിൽ വീഡിയോ ഇടണോ അതോ അഗ്ലോണിമ പ്ലാന്റുകളുടെ സെയിൽ വീഡിയോ ഇടണോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അടിപൊളി കളക്ഷൻസും അടിപൊളി ഓഫേഴ്സും ആയിട്ടായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറഞ്ഞോളൂ. ആദ്യം ബോഗൻവില്ലയുടെ സെയിൽ വീഡിയോ ആണോ വേണ്ടത്, അതല്ലെങ്കിൽ അഗ്ലോണിമയുടെ സെയിൽ വീഡിയോ ആണോ നിങ്ങൾ നോക്കിയിരിക്കുന്നതെന്നൊന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇത് നമുക്ക് നിങ്ങളുടെ ഒരു സജഷൻസ് ഒക്കെ ചോദിക്കണം. നമുക്കിത് കൂടുതൽ ആളുകളിലേക്ക് എത്താനും മാക്സിമം പർച്ചേസിങ് നടക്കാനും വേണ്ടിയിട്ടാണ്. നമുക്ക് നല്ല സെയിൽ നടന്നാൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് വീണ്ടും അതും നമുക്ക് നിങ്ങൾക്കറിയാം, നമ്മൾ പ്ലാന്റ്സുകൾ എടുക്കുന്നതനുസരിച്ചാണ് നമുക്ക് ഓരോ സ്ഥലത്തും റേറ്റ് കുറഞ്ഞ് കിട്ടുന്നത്. നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് റേറ്റ് കുറയും. അതനുസരിച്ച് നമ്മുടെ പ്ലാന്റ്സിൽ നമ്മൾ റേറ്റ് കുറയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഓർഡറും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്കും നല്ല രീതിയിൽ പുതിയ പുതിയ കളക്ഷൻസും അതുപോലെ റേറ്റ് കുറവിലൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം. ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പ്ലാന്റ്സുകളൊക്കെ കളക്ട് ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സമയത്ത് മുതൽ നമ്മുടെ ഇന്ന് കട്ടിങ്സുകൾ മേടിച്ച് തുടങ്ങിയ ആളുകൾ വരെയും ഇപ്പോഴും നമ്മൾക്ക് കസ്റ്റമറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഒരു സന്തോഷം, നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. മാക്സിമം ആളുകളിലേക്ക് എത്തിയാലാണ് നമുക്ക് കൂടുതൽ കളക്ഷൻസും സെയിൽസും ഒക്കെ ഇനി നടക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനേക്ക് ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. ആദ്യം ബോഗൻവില്ല പ്ലാന്റ്സുകളുടെ സെയിൽ വീഡിയോ വേണോ അതോ അഗ്ലോണിമ പ്ലാന്റുകളുടെ സെയിൽ വീഡിയോ വേണമെന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ബോഗൻവില്ലയുടെ ഒക്കെ അത്യാവശ്യം നല്ല ഫ്ലവറുകളോട് കൂടിയ നല്ല വലിയ പ്ലാന്റുകളാട്ടോ നമുക്ക് ഇരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ആദ്യം ബോഗൻവില്ലയുടെ ഒരു സെയിൽ വീഡിയോ ഇട്ടാലോ എന്നൊരു ഐഡിയ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഫ്ലവറുകളോട് കൂടിയ പ്ലാന്റുകളും പിന്നെ പെറ്റ് സർവീസിലൊക്കെ കളക്ട് ചെയ്യുന്നവർക്ക് ഇത് നമുക്ക് കൊറിയറൊന്നും അധികം പോസിബിൾ അല്ല കേട്ടോ. അത്രയും വലിയ പ്ലാന്റുകളാണ്. ഡയറക്റ്റ് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അതല്ലെങ്കിൽ പെറ്റ് സർവീസ് ആയിരിക്കും ചൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ പെറ്റ് സർവീസിലൊക്കെ എടുക്കുന്നവർക്ക് ആ ഒരു ദിവസമൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നേരത്തെ ഓർഡർ വന്നാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ആദ്യം ബോഗൻവില്ലയുടെ ഇടാമെന്നാണ്. എന്നാലും നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. നമുക്ക് അതനുസരിച്ച് വീഡിയോ അറേഞ്ച് ചെയ്യാവേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇതൊക്കെ നല്ല ടോപ്പ് റെയറിലുള്ള വെറൈറ്റികളാണ് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ.